ഹലോ ഗായ്സ്, വെൽക്കം അറ്റ് മൈ ഇന്ത്യൻ ബൈ ഗെയിം 3D വെബ് സീരീസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ പുതിയ ഒരു ബസ്സായിട്ട് നമ്മൾ ട്രിപ്പ് പോയേക്കായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ തിരിച്ചു പോകാൻ നോക്കാൻ കിട്ടും ഗൈസ്. തിരിച്ചു പോവാണ് നമ്മളിവിടെ നിൽക്കില്ല ഗൈസ്, തിരിച്ചു വിടുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ വണ്ടി മറ്റേ സൈഡാക്കി വെക്കാം. ചെറിയ ഗ്യാപ്പൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുത്തിയിരുന്നു കേട്ടോ ഗൈസ്. അതൊരു ഗ്യാപ്പില്ലേനല്ലോ, അപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ ഹോസ്റ്റൽ. അപ്പോൾ നമുക്ക് ഏതായാലും കയറിയില്ല സാധനങ്ങളൊക്കെ എടുത്തു. നമ്മൾ ചെറുതായിട്ട് സിറ്റി കറങ്ങാൻ പോയിട്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വിടുകയാണ്. ഇനി നമ്മളെ ഇന്ത്യൻ ബൈക്ക് സിറ്റി അപ്ഗ്രേഡിങ് ഒക്കെ പോക്കിയിരുന്നു കേട്ടോ ഗൈസ്. കാരണം ഒരു റേസിംഗ് ട്രാക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മളെ ട്രാക്കൊക്കെ റേസിംഗ് ട്രാക്കിന് ചെറിയ ഉപദ്രവം സൃഷ്ടിച്ചു. അതിൻ്റെ പേരിലാണ് നമ്മൾ ഒഴിവാക്കിയത്. ഏതായാലും ഇപ്പം റെഡിയായി വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ആ റൂട്ടിനായിരുന്നു വരുന്നുണ്ട്. നമുക്ക് എല്ലാം വളച്ച് തിരിച്ചങ്ങോട്ട് എടുക്കാം. നമ്മൾ ബസ് സിമുലേറ്ററിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇപ്പോൾ കുറച്ച് കുറച്ച് ലെങ്ത്ത് പിടിക്കൂല ഗൈസ്. കാരണം വേറെ എന്തല്ല, കുറച്ച് പണികൾ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ 3 പാർട്ടായിട്ടായിരുന്നു നമ്മുടെ വീഡിയോ നമ്മൾ എടുത്ത് അപ്ലോഡ് ചെയ്തതിന്. ഇനി യൂട്യൂബിൽ തന്നെ ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞ ലെങ്ത്ത് ആവുന്നത്. നമ്മൾ നേരെ നമ്മളെ സിറ്റിയിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത് ഗൈസ്. നമുക്ക് ഏതായാലും എൻ്റെ അവർ മാറി തരുന്നോ കാണില്ല. നമുക്ക് ഏതായാലും ഇല്ല, നമുക്ക് നേരെ ഇനി വിടാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടേക്ക് എത്തിയേക്കാണ് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് നേരെ വെള്ളപ്പിക്കുകയും, കാരണം നമ്മളെ സിറ്റിയൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് നമ്മളെ ഗവൺമെൻറ് ആക്കിയാണ്. റേസിംഗ് ട്രാക്കിന് ചെറിയ രീതിയിലൊരു പോരായ്മ തോന്നിയിട്ടാണ് ഗൈസ് നമ്മളെ റേസിംഗ് ട്രാക്ക് റെഡി ആവില്ല ഗൈസ്. കാരണം ഈ അപ്ഗ്രേഡ് ചെറുതായിട്ട് അതിനൊന്ന് ബാധിച്ച്, അതിൻ്റെ പേരിലാണ് നമ്മളെ അപ്ഗ്രേഡിങ് ഒഴിവാക്കിയത്. നമ്മളെ പൂർണ്ണ സമ്മതത്തോണ്ടാണ് കേട്ടോ ഗൈസ് ഇത് അപ്ഗ്രേഡിങ് ഒഴിവാക്കി തന്നെ. എന്തായാലും വണ്ടി നേരെ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് ഇടാം. ഇറങ്ങേണ്ട പോലൊക്കെ ഇറങ്ങട്ടെ ഗൈസ്. പിന്നെ പുതിയൊരു ആള് നമ്മളെ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ എന്നിട്ട് വളച്ചൊതുക്കിയിട്ടിടാം. അങ്ങനെ വളച്ചൊതുക്കിയിട്ട് നിന്നിട്ട് ഗൈസ്. ഗൈസ് ഇങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കാനൊരു വൈപ്പില്ലേ ഗൈസ്. അപ്പം നമുക്ക് ഏതായാലും നേരെ വിടാം. പോലൊക്കെ ഇറക്കിന്ന്, അതുപോലെ തന്നെ നമ്മളെ ഡ്രൈവറും ഇവിടെ ഇറങ്ങി നിന്നിട്ട് ഗൈസ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെ സിറ്റിയിലേക്ക് 2 പേര്, ഒരു ഡ്രാഗൺ വാരിയർ പറഞ്ഞ ഒരാൾ ഇറങ്ങി നിന്നിട്ട് ഗൈസ്. സംഭവം വേറെ എന്തായാലും ലേഡിയും പിന്നെ ഡ്രാഗനും ആണ് കേട്ടോ ഗൈസ്. ഡ്രാഗന് ആ ലേഡി പറയുന്നത് അനുസരിക്കുള്ളൂ. അപ്പം ഓൾക്ക് വേണ്ടി പുതിയൊരു സിറ്റി അവിടെ ഉണ്ടാക്കി. അതാണ് ആ നേരെ കാണുന്നത്. ഫ്രീ ഫയറിൻ്റെ പോലത്തെ സംഭവമാണ്. ഞാൻ കാണിച്ചു തരാം. അതിപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. നമുക്ക് നേരെ നമ്മളെ വണ്ടി ഒന്ന് നേരെ പോർച്ച് കൊണ്ടുപോയി നിർത്തിയേക്കാം. നമ്മളെ ഗാരേജ് കൊണ്ടുപോയി വെക്കാം. അപ്പോൾ ഗാരേജ് പോയി വെച്ചിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മളേതായാലും പോവാണ് ഗൈസ്. നമ്മളെ താറെടുക്കാണ്ട്, ഇത് താറ് റോക്സാണ് കേട്ടോ ഗൈസ്. ഇത് ഇഷ്ടമായൊന്നുമില്ലെന്ന് കമൻറ്റ് ചെയ്തിട്ട്, വലിയ പഴയ നമ്മളെ 3 ഡോറാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് നമ്മളെ പഴയ 3 ഡോറാണ് ഓഫ് റോഡിങ്ങിന് ഇഷ്ടം. വേണം വെറുതെ റോട്ടുമ്പോൾ കൂടെ ഓടിച്ചാനും ആണെങ്കിൽ ഇത് എടുക്കാമെന്ന് ഗൈസ്. അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് എത്തിയേക്കാണ്. നമുക്ക് നേരെ ഉള്ളിലൊന്ന് കയറാം കേട്ടോ ഗൈസ്. ഉള്ളിൽ കയറാം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന റേസിംഗ് ട്രാക്കിനാണ് കേട്ടോ. നമ്മൾ പുത്തൻ റേസിംഗ് ട്രാക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. നമുക്ക് നേരെ ഇതിലെങ്ങനെ ട്രാക്ക് കൂടെ ഒന്ന് പോയി നോക്കാം. ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കണ്ട ഗൈസ്. മോനെ ഗ്രിപ്പാണ് കേട്ടോ ഗൈസ്. നല്ല സുഖം വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ. അല്ല നമ്മളെ ഫോൺക്കാരെ വിളിക്കിട്ട് നമുക്ക് നല്ല സൈഡാക്കി ഒന്ന് എടുത്തു വെക്കാം ഗൈസ്. നല്ല സൈഡാക്കി ഒന്ന് എടുത്തു വെക്കാം. നമ്മളെ ഡ്രാഗന്മാരെ നമ്മൾ വീട്ടിൽ വന്നതാണ് കേട്ടോ. ഓക്കെ, അതാണ് നേരെ നമ്മൾ വീട്ടിൽ പോവാം
എസ് അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിരിക്കുന്നു. അവിടെ ഫ്രണ്ട് കൈ ആട്ടുന്ന പറഞ്ഞിട്ട് നമ്മളാണ് ആദ്യമായിട്ട് ഡ്രാഗനെ കാണാൻ പോവാണ് ഗൈസ്. കാണോ ഡ്രാഗൺ? നമുക്കേതായാലും വണ്ടി മെല്ലെ ഇങ്ങോട്ട് നിർത്തിയേക്കാം. നമ്മളെ ഡ്രാഗൺ വാരിയർ ഉണ്ട് കേട്ടോ അതിൻ്റെ മോഡൽ. അതിൻ്റെ കൺട്രോളല്ലാതെ ഡ്രാഗനൊന്നും കഴിയില്ല. നമുക്ക് നേരെ പിന്നെ നമ്മളെ കൺട്രോളിലും നമ്മളായിട്ട് എനക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. ഹലോ ഡ്രാഗൺ വാരിയർ. അതെ ഹലോ. അപ്പോൾ ഡ്രാഗൺ വാരിയർ പറയും നമ്മളെ സീറ്റ് ഗൂഡ്സിൽ വന്നു കഴിഞ്ഞാൽ ആരെ കൊണ്ട് ഇണക്കാൻ കഴിയില്ല, ഇണക്കാനും കഴിയില്ല. നമുക്ക് ഇങ്ങനെ കൊല്ലാന്നല്ലാതെ വിധിയില്ല. കൊല്ലൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടും പിന്നെ ബാക്കിയുള്ളവർ പിടിച്ച് കൊണ്ടുപോയിക്കൊള്ളും എന്നാണ് പറയുന്നത്. പിന്നീട് ഇണക്കേണ്ടി കിട്ടുമെന്ന് എനിക്ക് കേൾക്കുന്നത്. അപ്പം ഈ ഡ്രാഗൻ അതിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെ വിളിക്കുകയാണ്. അപ്പം ഒക്കെ നമ്മളെ ഇണക്കാനും അതിൽ സഹായിച്ചെന്ന സിറ്റി റെഡിയാക്കാം. ഒന്നും വിചാരിക്കരുതിട്ട് ഗൈസ്. ഈ നൃത്തം കണ്ടിട്ട് ഈ സിറ്റിയിൽ ആളായി പോയല്ലോ ഗൈസ്. അപ്പോൾ കൂടിച്ചില്ല ഗൈസ്. നമുക്ക് നേരെ എങ്ങോട്ടെങ്കിലും മാറ്റിയിടാം. എന്നിട്ട് മുകളിൽ ഇരുന്ന് വീട്ടിൽ ഗൈസ്. അത് നമ്മളെ കണ്ട് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് നേരെ വിടാം. ഡ്രാഗനെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഗൈസ്. നേരെ ഇവിടെ നിർത്താം. നേരെ ആ സിറ്റി പോയി ഇന്ന് വെടിയൊക്കെ ഗൈസ്. നമ്മളിവിടെ ഇരുന്ന് കൂടുതലിപ്പം നമ്മളെ കണ്ടില്ല ഗൈസ്. നമ്മളെ കണ്ട് കൊന്നു. നമുക്ക് നേരെ ഇതെടുത്ത് വെടിയൊക്കെ ഇട്ട് കൂടുതൽ നേരെ അതിനെ കൊല്ലും. ഒന്നും നോക്കണ്ട, അതിനെ കൊല്ലും ഗൈസ്. ഏതായാലും ഗോഡ്സില്ല ചേർത്ത് തോന്നുന്നു. നമുക്ക് നല്ല മെല്ലെ ഒന്ന് ഇറങ്ങി നോക്കാം ഗൈസ്. നമുക്ക് ഈ പവർ ഉണ്ടായിരുന്നു നെഞ്ചത്ത്. ആ ഗോഡ്സിനെ അവര് കൊണ്ടുവരുന്നു ഗൈസ്. ഒരു ചത്തുനിന്ന് നമുക്ക് ഇനി നേരെ ഡ്രാഗനെ വിളിച്ചാണ്ട് ആ സിറ്റി ഒന്ന് കണ്ടിട്ട് പോകാട്ട് ഗൈസ്. പോലെ സിറ്റി ഡ്രാഗൻസിൻ്റെ മുകളിലല്ലേ ഗൈസ്. നേരെ അതിൻ്റെ ഗൈസ് അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തിയേക്കാണ്. നമുക്ക് നേരെ ഡ്രാഗൻ്റെ ഒപ്പം പോയേക്കോലെ സിറ്റി. അല്ലാതെ പോയിക്കോലെ സിറ്റി. ഈ ഡ്രാഗനാണ് അവിടെ എത്തിയാണ്ട് നിൽക്കാൻ കഴിയുള്ളൂ വേറെ ഒരാൾക്ക്. അവിടെ എത്തിയാണ്ടാണ് ലേഡി ഡ്രാഗനെ ഇണക്കിയെന്ന് കേട്ടെ. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നേരെ വിട്ടാം. അത് കാണുന്നതാണ് കേട്ടോ. ഒരു ഫ്രീ ഫയറിലുള്ള ഒരു ഏരിയ ആണ് ഗൈസ്. ആ സ്ഥലം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. ആർക്കൊക്കെ ഈ സ്ഥലം അറിയുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ഗൈസ്. നമുക്ക് ഏതായാലും ഇവിടെ തന്നെ ഡ്രാഗൻ ഇവിടെ തന്നെയല്ലേ ഇറങ്ങി. ഡ്രാഗൻ താഴത്തേക്ക് എത്തിക്കോളാം. നമുക്ക് മെല്ലെ ഇറങ്ങാം. നമ്മൾ ഡ്രാഗൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കേണ്ട ഗൈസ്. അപ്പം ഇത് ആർക്കൊക്കെ അറിയാമെന്നൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. ആർക്കൊക്കെ അറിയാം നമുക്ക് നോക്കാമല്ലോ ഗൈസ്. ഇതൊരു ചെരിവ് ഡ്രാഗന്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സെറ്റായിരിക്കും. കിങ് കോങ് ഒക്കെ ഉണ്ട് എന്നാണ് കേട്ട് ഗൈസ്. അറിയില്ല, നമുക്ക് നോക്കണം. അങ്ങനെ ഇവിടെ കോങ് പറഞ്ഞ നാക്കെടുത്തില്ല ഗൈസ്. നമുക്ക് കോങ് ഇവിടെ എത്തി ഗൈസ്. അങ്ങനെയെങ്കിലും എന്നെ വെടിയിക്കണം ഗൈസ്. ഡ്രാഗനൊന്നും ചെയ്യില്ല എന്നാണ് കേട്ട്. നമുക്ക് നേരെ വെടിയിക്കാം. കൊല്ലാം. അങ്ങനെ കിങ് കോങ്ങിനെ നമ്മൾ പിടിച്ചേക്കാണ്. നമ്മളെ വീട്ടിലേക്ക് എത്തിയെന്ന് ഗൈസ്. കിങ് കോങ് നമ്മളെ താരമല്ല നമ്മളെ ഒളിപ്പിച്ച് വെച്ചത്. ഏതോ ഡിഫൻഡർ കൊണ്ടുപോയിട്ടാണ്. നമ്മളെ ബ്ലാക്കാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. കിങ് കോങ്ങിനെ നേരെ വിളിച്ചറിയാൻ കൊണ്ടുപോകാൻ. ഇത് വലിയ ശരീരമാണ് ഗൈസ്. ഇതിന് നമ്മളെ സ്വിമ്മിങ് പൂളിൽ തന്നെ പിടിച്ച് കൊണ്ടുപോകുന്ന പോലെ ഹെലികോപ്റ്ററിൽ എടുത്ത് കൊണ്ടുപോകാണ് കേട്ടോ ഗൈസ്. എന്നാലും ഹെലികോപ്റ്റർ പൊളിയാണ് കേട്ടോ. ഇതിനൊക്കെ പിടിച്ച് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യണം. അപ്പുറത്തെ വീഡിയോ ബൈ.